ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ UK റീൽസ് വിത്ത് അന്നക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. അപ്പോൾ നമ്മൾ ഇന്നും ലണ്ടനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓൺലൈൻ ത്രൂ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ട്രെയിനിലൊക്കെ കറക്റ്റ് ടൈമിൽ കയറി. ഓൾറെഡി ഞങ്ങൾക്ക് 2 പേർക്കും റെയിൽ കാർഡ് ഉണ്ടായിരുന്നു. ചിനുക്കുട്ടിന് ആക്ച്വലി തലേ ദിവസം എടുത്തു. എനിക്ക് പിന്നെ ഓൾറെഡി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. പക്ഷേ ട്രെയിനിൽ കയറി ടിക്കറ്റ് കാണിച്ചപ്പോൾ റെയിൽ കാർഡ് കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് അത് എക്സ്പയർ ആയ കാര്യം അറിഞ്ഞത്. പിന്നെ അപ്പോൾ തന്നെ റിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എത്താറാകുന്ന സമയത്ത് ഏകദേശം ആ ട്രെയിനിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പോയിരിക്കുന്നത് ക്രോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ സ്ഥലത്ത് നമ്മൾ ഇന്ന് മുന്നേ പോയിട്ടുണ്ട്. ഞാൻ നോർമലി ഇവിടെ പോകാറുള്ളത് K2 ക്രോളിയിൽ പോകാറുള്ളത് അവിടെ കോമ്പറ്റീഷൻ നടക്കുമ്പോഴാണ്. പക്ഷേ ഇന്ന് ഞാൻ എത്തിയപ്പോൾ കുറച്ച് താമസിച്ചു പോയി. കാരണം എൻ്റെ ട്രെയിനും ഞാനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ട്രെയിൻ കുറച്ച് ലേറ്റായിപ്പോയി, ഡിലേ വന്ന്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഏകദേശം കോട്ടൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തൈക്വോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ റെഫറി ആയിട്ടാണ് വന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ തിങ് എന്ന് പറയുന്നത് സ്പോർട്സ് ഇവൻറ്റ്സ് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ 2 പേരും നല്ലോണം ആക്റ്റീവായിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്നത് വരെ. അപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ഡ്രീമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനിവിടെ എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു, അവിടെ ജോയിൻ ചെയ്യാൻ നോക്കി. വന്ന ടൈമിൽ അത് 90 പൗണ്ട്സ് ഒക്കെ ആയിരുന്നു എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അന്ന് എനിക്കൊരു വലിയ എമൗണ്ടാണ്, ഇന്നും അതെനിക്കൊരു വലിയ എമൗണ്ടാണ്. അപ്പോൾ അത്രയും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രീം 4 മടക്കി അങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റിൽ വോളണ്ടിയർ ആയിട്ട് പോയി. അവിടെ നിന്നായിരുന്നു കേട്ടോ ആ ടേണിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഞാൻ എൻ്റെ ആ ഒരു ഇവൻറ്റ് ഇൻ്റർനാഷണൽ ഇവൻറ്റ് കണ്ടക്ട് ചെയ്ത ചെയർമാനോട് സംസാരിച്ചു. എനിക്കിങ്ങനെ ടീമിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി എന്നെ ഒരു ഇവിടുത്തെ നാഷണൽ ബോഡിയുടെ ഹെഡിൻ്റെ അടുത്ത് കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെനിക്കൊരു അസസ്മെൻറ്റ് വെച്ചു. അസസ്മെൻറ്റ് ക്വാളിഫൈ ആയിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഫസ്റ്റ് ഈ ഒരു നാഷണൽ ടീമിൻ്റെ മെമ്പറായിട്ട് കോർണർ ജഡ്ജായിട്ട് ജോയിൻ ചെയ്തു. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. ഇവിടുത്തെ ടീമിൽ എന്നെ അസസ് ചെയ്ത് കയറ്റിയപ്പോൾ തന്നെ ഞാൻ ജയിച്ചു എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയിട്ട് സെൻട്രൽ റെഫറി ആവാനുള്ള സ്റ്റെപ്പിലേക്ക് ഞാൻ ചോദിച്ചു. അങ്ങനെ അവർ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് ഞാൻ ഫിനിഷ് ചെയ്തു. അതിന് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ ക്വാളിഫൈ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിവേ എനിക്ക് അത് ഞാൻ ക്വാളിഫൈഡ് ആയി. അത് കഴിഞ്ഞ് ഞാൻ സെൻട്രൽ റെഫറി ആയിട്ട് പോയി. വിത്തിൻ 1 ഇയർ ഞാനൊരു ഇൻ്റർനാഷണൽ ഇവൻറ്റ് സെൻട്രൽ റെഫറി ആയിട്ട് നിന്നു. ഇൻവിറ്റേഷൻ വന്നു, നാഷണൽ ഇവൻറ്റ്സ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അവരുടെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കരമാട്ടോ. കാരണം എന്നെ ഒരു ഇവൻറ്റിൽ ബെസ്റ്റ് റെഫറി ആയിട്ട് അവർ അനൗൺസ് ചെയ്തു. അപ്പോൾ വേറൊരു കൺട്രിയിൽ നിന്ന് വന്ന് എനിക്ക് ഇത്രത്തോളം എന്താ പറയുക, ഓരോ ഇവൻറ്റ് കഴിയുമ്പോഴും എൻ്റെ കോച്ച്, അവർ പാരാ ഒളിമ്പിക്സിലൊക്കെ റെഫറി ആയിട്ടുള്ളവർ, അവർ വന്ന് എൻ്റെ അടുത്ത് പറയും, നീ ഇങ്ങനെ ചെയ്ത് നന്നായിട്ടുണ്ട്, നീ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ എന്നും മോട്ടിവേറ്റ് ചെയ്യുന്ന ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ്. പക്ഷേ വീഡിയോയിൽ ആൾ വന്നിട്ടില്ല എനിവേ. അപ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ ഡെഫിനറ്റ്ലി അത് നടക്കും കേട്ടോ.